ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റൈസ് ടു ആർ എൻ. ഒരുപാട് കൂട്ടുകാർ +2 കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ചോദ്യമാണ് 12ാം ക്ലാസ്സിന് ശേഷം മെഡിക്കൽ അല്ലെങ്കിൽ ഒരു പാരാമെഡിക്കൽ കോഴ്സിന് അഡ്മിഷൻ എടുക്കണമെന്നുള്ളത്. മെഡിക്കൽ അല്ലെങ്കിൽ പാരാമെഡിക്കൽ കോഴ്സുകളെ പറ്റി ചിന്തിക്കുന്ന സമയത്ത് അവരുടെ മനസ്സിലൂടെ ഒരുപാട് കോഴ്സുകൾ കടന്നു പോകും. പേരൻസ് പറയുന്ന കോഴ്സുകൾ ഉണ്ടാകും, അല്ലെങ്കിൽ അടുത്തുള്ള ബന്ധുക്കൾ റെക്കമെൻഡ് ചെയ്യുന്ന കോഴ്സസ് ഉണ്ടാകും. പക്ഷേ ഈ കേൾക്കുന്ന കോഴ്സുകളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പലപ്പോഴും അവർക്ക് സാധിക്കാറില്ല. കേരളത്തിൽ LBS അഥവാ ലാൽ ബഹദൂർ ശാസ്ത്രി സെന്റർ ത്രൂ അഡ്മിഷൻ നടക്കുന്നത് കേരളത്തിലെ ഗവൺമെന്റ് സീറ്റുകളിലേക്കും അതുകൂടാതെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ മെറിറ്റ് സീറ്റുകളിലേക്കുമാണ്. അപ്പോൾ ഇതിലൂടെ അഡ്മിഷൻ നടക്കുന്നത് പ്രധാനമായിട്ടും BSc നഴ്സിംഗും അതുകൂടാതെ ഏകദേശം 18ഓളം പാരാമെഡിക്കൽ പ്രോഗ്രാമുകളിലേക്കുമാണ്. ഈ LBSന്റെ അഡ്മിഷനെ പറ്റിയും അഡ്മിഷൻ അലോട്ട്മെന്റ് പ്രോസസ്സിനെ പറ്റിയും നമ്മളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ഒരു വീഡിയോ കൊടുക്കുന്നതായിരിക്കും. ഈ LBS ത്രൂ നടക്കുന്ന അലോട്ട്മെന്റ് നടക്കുന്ന 18ഓളം പാരാമെഡിക്കൽ കോഴ്സുകളെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. ഈ 18 പാരാമെഡിക്കൽ പ്രോഗ്രാമുകൾ, അതിന്റെ ജോലി സാധ്യതകൾ, കേരളത്തിൽ ഏതൊക്കെ കോളേജുകളിൽ പ്രധാനമായിട്ടും ഇത് അവൈലബിൾ ആണ്, ഗവൺമെന്റിൽ അവൈലബിൾ ആയിട്ടുള്ള കോളേജുകൾ ഏതൊക്കെയാണ് തുടങ്ങിയവയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് BSc MLT അഥവാ BSc മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി. BSc MLT എന്ന് പറയുന്ന പ്രോഗ്രാം പ്രധാനമായിട്ടും രോഗനിർണയത്തിന് ആവശ്യമായ ടെസ്റ്റുകളെ പറ്റിയും വിവിധ രോഗങ്ങളെ പറ്റിയും അതിന്റെ ഡയഗ്നോസിസ്, മാർഗങ്ങൾ, അതിന്റെ ഇവാലുവേഷൻസ്, പാരാമീറ്റേഴ്സ് തുടങ്ങിയവയെ പറ്റിയൊക്കെയാണ് BSc MLT എന്ന് പറയുന്ന ഒരു കോഴ്സിലൂടെ പഠിക്കാനായിട്ട് പോകുന്നത്. BSc MLT പ്രോഗ്രാമിന്റെ പ്രാക്ടിക്കൽ ആൻഡ് തിയററ്റിക്കൽ ആസ്പെക്റ്റുകൾ വഴി വിവിധ ബോഡി ഫ്ലൂയിഡ് അനാലിസിസ്, അതായത് ബ്ലഡ്, യൂറിൻ, അതുപോലെ തന്നെ വിവിധ ബോഡി ഫ്ലൂയിഡ്സിലൂടെ എങ്ങനെ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ സാധിക്കും. അതുകൂടാതെ തന്നെ MLT പ്രോഗ്രാമിന്റെ വിവിധ സ്ട്രീമുകളായ ബാക്ടീരിയോളജി, ഇമ്മ്യൂണോളജി, ഹെമറ്റോളജി, മൈക്രോബയോളജി തുടങ്ങിയവയിലൂടെ എല്ലാം ഈ ഒരു കോഴ്സ് കടന്നു പോകുന്നു. അതിലൂടെ തന്നെ ഒരു വ്യക്തിയെ വിവിധ ലബോറട്ടറി മേഖലകളിൽ, അത് ഹോസ്പിറ്റൽ ലബോറട്ടറി മേഖല ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പ്രൈവറ്റ് ലബോറട്ടറി മേഖല ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ വിവിധ ഗവൺമെന്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റ് ഫോറൻസിക് ലാബുകളുടെ ഉൾപ്പെടെയുള്ള ജോലി മേഖലകളിലേക്ക് പ്രിപ്പയർ ചെയ്യുകയാണ്. അതുകൂടാതെ തന്നെ ഇൻഡസ്ട്രിയൽ ലബോറട്ടറി മേഖലകളിലേക്കും കൂടെ പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു കോഴ്സിന്റെ ഡിസൈൻ കടന്നു പോകുന്നത്. കേരളത്തിലെ 3 മെഡിക്കൽ കോളേജുകളിലാണ് BSc MLT പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അതായത് കണ്ണൂർ, കോഴിക്കോട്, ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജുകളിൽ ഓരോ മെഡിക്കൽ കോളേജിലും ഏകദേശം 25ലേറെ സീറ്റുകൾ അവൈലബിൾ ആണ്. ഈ സീറ്റുകളെല്ലാം LBS മുഖേനയാണ് ഇതിന്റെ അഡ്മിഷൻ ആൻഡ് അലോട്ട്മെന്റ് പ്രോസസ്സുകൾ നടക്കുന്നത്. ഇത് കൂടാതെ തന്നെ 4 CPAS കോളേജുകളിലും 30ലേറെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും BSc MLT പ്രോഗ്രാം കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ പൊതുവെ 30 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതുകൂടാതെ ചില കോളേജുകളിൽ, ഇപ്പോൾ KMCT ഉൾപ്പെടെയുള്ള ചില കോളേജുകളിൽ ഒരു 50ഓളം സീറ്റുകൾ BSc MLT പ്രോഗ്രാമിന് അവൈലബിൾ ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് BPT അഥവാ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. ഈ ബാച്ചിലർ ഓഫ് ഫിസിയോതെറാപ്പി പ്രോഗ്രാം പ്രധാനമായിട്ടും 4.5 വർഷമാണ് നീണ്ടു നിൽക്കുന്ന ഒരു പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും അവസാനത്തെ 6 മാസം എന്ന് പറയുന്നത് ഇന്റേൺഷിപ്പ് ആയിരിക്കും. ഒരു കമ്പൽസറി ഇന്റേൺഷിപ്പ് പ്രാക്ടിക്കൽ ട്രെയിനിങ്ങോട് കൂടിയായിരിക്കും BPT പ്രോഗ്രാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ആക്സിഡന്റിലൂടെ എന്തെങ്കിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡാമേജുകളോ ഇഞ്ചുറീസോ വേദനയോ ഉള്ള വ്യക്തികളുടെ അവരുടെ ഒരു മോട്ടോർ ഫങ്ഷൻസ് ഇംപ്രൂവ് ചെയ്യാനും അവരുടെ ഒരു മൂവ്മെന്റ് എബിലിറ്റി കൂട്ടുന്നതിനും വേണ്ടി വിവിധ തരത്തിലുള്ള ഫിസിക്കൽ തെറാപ്പീസ് അല്ലെ ടെക്നിക്സ് വഴി ഇത് ഇംപ്രൂവ് ചെയ്യുന്നതാണ് BPT എന്ന് പറയുന്ന പ്രോഗ്രാം പ്രധാനമായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. BPT എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഈ ഒരു വേദന മാറ്റുന്നതിന് അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് അല്ലെങ്കിൽ മോട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന് പ്രധാനമായിട്ടും ഹീറ്റിംഗ്, ലേസർ, അൾട്രാസൗണ്ട്, അതുപോലെ തന്നെ മറ്റ് മൂവ്മെന്റ് ടെക്നിക്സ് ആണ് ഇവർ പ്രധാനമായിട്ടും പ്രൊമോട്ട് ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും. ഇതിനാവശ്യമായിട്ടുള്ള ബേസിക് ഫ്രം അനാറ്റമി തൊട്ട് വിവിധ തരത്തിലുള്ള ഈ പ്രോഗ്രാമിനും ഈ ഒരു BPTയെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് ഈ കോഴ്സിന്റെ കരിക്കുലവും ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഗവൺമെന്റ് മേഖലയിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കോട്ടയത്ത് ഏകദേശം 30 സീറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആകെ കോട്ടയത്ത് മാത്രമാണ് ഈ ഒരു പ്രോഗ്രാം അവൈലബിൾ ആയിട്ടുള്ളത്. അത് കൂടാതെ തന്നെ SME അങ്കമാലിയിലും SME കോട്ടയത്തും 40ഓളം സീറ്റുകൾ അവൈലബിൾ ആണ്. ഇത് കൂടാതെ 18ഓളം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും BPT പ്രോഗ്രാം അവൈലബിൾ ആണ്. ഹോസ്പിറ്റൽ ഫിസിയോതെറാപ്പിസ്റ്റായും അതുകൂടാതെ തന്നെ വിദേശ രാജ്യങ്ങളിലും ഒരുപാട് ജോലി സാധ്യതയുള്ള ഫിസിയോതെറാപ്പി പ്രോഗ്രാമിന് പക്ഷെ ഇപ്പോൾ ഒരുപാട് ട്രെൻഡായി കണ്ടുവരുന്നത് പ്രൈവറ്റ് ഫിസിയോതെറാപ്പി ക്ലിനിക്കുകളാണ്. ഒരുപാട് പേര് പ്രൈവറ്റ് ഫിസിയോതെറാപ്പി ക്ലിനിക്കുകളിലൂടെ വ്യക്തികൾക്ക് പ്രൈവറ്റ് ആയിട്ട് കൺസൾട്ടേഷൻ കൊടുക്കുകയും അതുമൂലം ഒരുപാട് സമൂഹത്തിന് നന്മയുണ്ടാകുന്ന രീതിയിൽ, കാരണം നമ്മുടെ ഓൾഡ് ഏജ് പോപ്പുലേഷൻ കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഓൾഡ് ഏജ് വ്യക്തികളിലുള്ള മൂവ്മെന്റ് ഡിസോർഡേഴ്സും കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് വളരെയേറെ ജോലി സാധ്യത ഈ മേഖലയിലും വർദ്ധിച്ചു വരികയാണ്. അടുത്ത നമ്മൾ കാണാനായിട്ട് പോകുന്നത് BCVT അഥവാ ബാച്ചിലർ ഓഫ് കാർഡിയോവാസ്കുലർ ടെക്നോളജിയാണ്. ഇതൊരു വളരെ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. അതായത് ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നതിനും അത് ഡിറ്റക്ട് ചെയ്യുന്നതിനും അവിടെ ഇന്റർവീൻ ചെയ്യുന്നതിനും ഓപ്പർച്യൂണിറ്റി ഉള്ള
ഒരു വളരെ ലൈഫ് സേവിംഗ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് BCVT എന്ന് പറയുന്നത്. ഒരു ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടറിനോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഒരു കാത്ത് ലാബിൽ സ്റ്റെൻഡിങ് ഇംപ്ലാന്റ്സ് അഥവാ നമ്മുടെ എന്തെങ്കിലും തരത്തിൽ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ആ ബ്ലോക്കിന് വേണ്ട സ്റ്റെൻഡിങ് പ്രൊസീജിയറിൽ അസിസ്റ്റ് ചെയ്യാനും അതുകൂടാതെ തന്നെ പേസ് മേക്കേഴ്സും ഡീഫിബ്രിലേറ്റേഴ്സും പോലുള്ള ലൈഫ് സേവിംഗ് എക്യുപ്മെന്റുകൾ മാനേജ് ചെയ്യുന്നതും ഒക്കെ കാർഡിയോവാസ്കുലർ ടെക്നോളജി പഠിച്ച ഒരു പ്രൊഫഷണലിന്റെ ഉത്തരവാദിത്തത്തിൽപ്പെടുന്നതാണ്. ഒരുപാട് ഹോസ്പിറ്റൽസ് തങ്ങളുടെ ഇന്റർവെൻഷണൽ കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഹൃദ്രോഗികളുടെ അല്ലെങ്കിൽ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുള്ളവരുടെ എണ്ണം നാൾക്കുനാൾ വർദ്ധിച്ചു വരികയാണെന്ന് വിവിധ സ്റ്റഡീസ് ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാത്ത് ലാബ് അല്ലെങ്കിൽ കാർഡിയോളജി സെന്റേഴ്സിന്റെ എണ്ണവും കേരളത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സെന്റേഴ്സിലെല്ലാം തന്നെ ഈ ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യുന്നതിനും ഈ പ്രോസസ് 24 hours ഫംഗ്ഷൻ ചെയ്യുന്നതിനുമെല്ലാം കാർഡിയോവാസ്കുലർ ടെക്നോളജി പഠിച്ച പ്രൊഫഷണലുകളുടെ വളരെ ഏറെ സേവനം ആവശ്യമാണ്. ആരോഗ്യ മേഖലയിൽ ഒരുപാട് ജോലി സാധ്യതകളുള്ള ഒരുപാട് ഫ്യൂച്ചറിസ്റ്റിക് ആയ ഒരു ജോലിയാണ് അല്ലെങ്കിൽ ഒരു കോഴ്സാണ് BCVT. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു കോഴ്സിന്റെ സീറ്റുകൾ വളരെ പരിമിതമാണ്. മെഡിക്കൽ കോളേജുകളിൽ 5 മെഡിക്കൽ കോളേജിൽ BCVT അവൈലബിൾ ആണെങ്കിൽ തന്നെയും, അതായത് കോഴിക്കോട്, ട്രിവാൻഡ്രം, തൃശൂർ, കോട്ടയം, ആലപ്പി മെഡിക്കൽ കോളേജുകളിൽ സീറ്റുകൾ അവൈലബിൾ ആണെങ്കിൽ തന്നെയും ഈ സീറ്റുകൾ വളരെ പരിമിതമാണ്. എല്ലാ മെഡിക്കൽ കോളേജുകളിലും 4 അല്ലെങ്കിൽ 5 സീറ്റ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് കൂടാതെ തന്നെ 5 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും BCVT കോഴ്സ് അവൈലബിൾ ആണ്. പക്ഷേ അതും ലിമിറ്റഡ് ആണ്. 3 അല്ലെങ്കിൽ 4 സീറ്റുകൾ വരെ പരമാവധിയാണ് ഈ BCVT പ്രോഗ്രാമിലൂടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഈ സീറ്റുകളുടെ പരിമിതി ഉള്ളത് കൊണ്ട് തന്നെ ഈ സീറ്റുകൾ ഫില്ല് ചെയ്യാനായിട്ട് വളരെയേറെ ഒരു കോമ്പറ്റീഷൻ ഈ ഒരു മേഖലയിൽ ഉണ്ട്. ഏറ്റവും ഹൈലി അക്കാഡമിക് ആയിട്ടുള്ള വ്യക്തികൾക്കായിരിക്കും ഈ ഒരു കോഴ്സിലൂടെ കൂടുതൽ പ്ലേസ്മെന്റുകൾ അല്ലെങ്കിൽ കൂടുതൽ സീറ്റുകൾ ലഭ്യമാകുക. അടുത്തതായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്ന പ്രോഗ്രാം BASLP ആണ്, ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി. ഹിയറിംഗ് ബാലൻസ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഡിസോർഡേഴ്സ് ഉള്ള വ്യക്തികളിൽ ആ ഒരു പ്രോഗ്രാംസ് അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലംസ് കണ്ടുപിടിക്കുന്നതിനും അത് ട്രീറ്റ് ചെയ്യുന്നതിനും അതിൻ്റെ ഫെർദർ പ്രോഗ്രഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതിനുമൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്ന ഓഡിയോളജിസ്റ്റ് അഥവാ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആകാനായിട്ട് ട്രെയിൻ ചെയ്യിക്കുന്നതാണ് BASLP എന്ന് പറയുന്ന പ്രോഗ്രാം. ടോട്ടൽ ഒരു 4 year പ്രോഗ്രാമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന BASLPയിൽ 3 വർഷം തിയറി കമ്പോണൻറ്റും 1 year ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് ഇന്റേൺഷിപ്പുമാണ് ഇതിലുള്ളത്. നോർമലി ഹോസ്പിറ്റൽസിൽ സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റ് ആയിട്ട് ലിമിറ്റഡ് വേക്കൻസീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. പക്ഷേ അത് കൂടാതെ തന്നെ കോക്ലിയർ ഇംപ്ലാന്റ് ഇൻഡസ്ട്രിയിലും അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ് ഇൻഡസ്ട്രിയിലുമൊക്കെ ഒരു BASLP പാസ്സായ ഓഡിയോളജിസ്റ്റിനും സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനുമൊക്കെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ ഇതൊന്നും കൂടാതെ വളരെ എമർജിംഗ് ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്നൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് BASLP പഠിച്ച സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിന് ഒരുപാട് വേക്കൻസികൾ വരുന്നുണ്ട്. കാരണം ഇപ്പോൾ കുട്ടികളിൽ ഒരുപാട് ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റൽ ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കുന്നതിനും അത് ട്രീറ്റ് ചെയ്യുന്നതിനുമൊക്കെ വിവിധ സ്കൂളുകളിൽ തന്നെ അവരുടെ മേൽനോട്ടത്തിൽ തന്നെ ഒരു 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 സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പീച്ച് ലാംഗ്വേജ് പത്തോളജിസ്റ്റിനെ അപ്പോയിൻറ്റ് ചെയ്ത് അത് ത്രൂ കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരു സ്ട്രീം ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ക്ലിനിക്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഈ ഒരു പ്രൊമോട്ട് ചെയ്യുന്ന സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി പ്രൊമോട്ട് ചെയ്യുന്ന ക്ലിനിക്സിൻ്റെ പ്രവർത്തനങ്ങളും നമുക്ക് ചുറ്റും ഒരുപാട് ഈ ഒരു കഴിഞ്ഞ ഒരു കൊറോണയ്ക്ക് ശേഷമുള്ള ഒരു 5 വർഷം കാലയളവിൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. LBS മുഖേന 6 സ്ഥാപനങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ ഒരു BASLP പ്രോഗ്രാം നടക്കുന്നത്. അതിൽ 2 സ്ഥാപനങ്ങൾ ഗവൺമെൻറ് സ്ഥാപനങ്ങളാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ട്രിവാൻഡ്രം, അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് കോഗ്നേറ്റീവ് ന്യൂറോ സയൻസസ് അക്കോൺസ് തൃശ്ശൂരും ഈ BASLP പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ തന്നെ 4 സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ, മർത്തോമ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കാസർഗോഡ്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കോഴിക്കോട്, AWH സ്പെഷ്യൽ കോളേജ് കോഴിക്കോട്, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് കാസർഗോഡ്, ഇത്രയും കോളേജുകളിലും BASLP പ്രോഗ്രാം സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അടുത്ത കോഴ്സ് BSc ഒപ്റ്റോമെട്രി ആണ്. BSc ഒപ്റ്റോമെട്രി പ്രോഗ്രാം 4 വർഷ പ്രോഗ്രാമാണ്. അതിൽ 3 വർഷം തിയറിയും 1 year കമ്പൽസറി ഇന്റേൺഷിപ്പുമാണ് അടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റൽസിൽ ഐ കെയർ സെന്റേഴ്സിലൊക്കെ BSc ഒപ്റ്റോമെട്രി പഠിച്ച വ്യക്തികൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുകൂടാതെ തന്നെ ഇൻഡിപെൻഡന്റ് ക്ലിനിക്കുകളിലുമൊക്കെ വിഷൻ കൺസൾട്ടന്റ് ആയിട്ടുമെല്ലാം BSc ഒപ്റ്റോമെട്രി പഠിച്ച കുട്ടികൾക്ക് ഒരുപാട് ജോലി സാധ്യത ഉണ്ട്. BSc ഒപ്റ്റോമെട്രി കഴിഞ്ഞ് ഇപ്പോൾ അതിൻ്റെ ഹയർ പ്രോഗ്രാം ഡോക്ടറൽ പ്രോഗ്രാം 6 വർഷത്തെ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് BSc ഒപ്റ്റോമെട്രി പ്രോഗ്രാമിൻ്റെ സാധ്യതകൾ കുറച്ച് കുറഞ്ഞു വരുന്നതായിട്ടാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. BSc ഒപ്റ്റോമെട്രി പ്രോഗ്രാം ഗവൺമെൻറ് മേഖലയിൽ 2 കോളേജുകളിൽ, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്തും കോഴിക്കോടും ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അവിടെ ഏകദേശം 22ഓളം സീറ്റുകളാണ്, 2 കോളേജുകളിലും 22 വെച്ച് സീറ്റുകളാണ് BSc ഒപ്റ്റോമെട്രിക്കായിട്ട് റിസർവ് ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ 14ഓളം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും BSc ഒപ്റ്റോമെട്രി പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ട്.
അടുത്ത പ്രോഗ്രാമാണ് BSc പെർഫ്യൂഷൻ ടെക്നോളജി. BSc പെർഫ്യൂഷൻ ടെക്നോളജി പ്രോഗ്രാം പ്രധാനമായിട്ടും ഒരു കാർഡിയാക് സർജറീസിൻ്റെ ടൈമിൽ അസിസ്റ്റ് ചെയ്യുന്ന, അതായത് നമ്മുടെ ബോഡി ഓർഗൻസിലേക്കുള്ള ഓക്സിജൻ സപ്ലൈയും അതിൻ്റെ ഫങ്ഷനിങ്ങും ഒക്കെ ഒരു സർജൻ ഇപ്പോൾ ഒരു ഹാർട്ട് സർജറിയുടെ സമയത്ത് ഒരു ഹാർട്ടിൻ്റെ ഫങ്ഷൻസ് ടെമ്പററി സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്ത് ആ ഹാർട്ടിനെ നർച്ചർ ചെയ്യുന്നതും ബോഡിയുടെ മറ്റ് ഫങ്ഷൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഒരു സർജനെ അസിസ്റ്റ് ചെയ്യുന്നതുമെല്ലാം BSc പെർഫ്യൂഷൻ ടെക്നോളജി പഠിച്ച ഒരു സ്പെഷ്യലിസ്റ്റാണ്. ഓപ്പൺ ഹാർട്ട് സർജറീസ്, ബൈപ്പാസ് സർജറീസ്, ഹാർട്ട് ട്രാൻസ്പ്ലാന്റുകൾ, വാൽവ് റീപ്ലേസ്മെൻറ്റുകൾ തുടങ്ങിയവയിലെല്ലാം ഒരു പെർഫ്യൂഷൻ ടെക്നോളജി പഠിച്ച ഒരു സ്പെഷ്യലിസ്റ്റ് ഈ ഒരു സർജറീസിൻ്റെ സമയത്ത് അഡ്വാൻസ്ഡ് മെഷീനറീസ് യൂസ് ചെയ്ത് ബോഡിയുടെ ഫങ്ഷനിങ്ങും അതുകൂടാതെ തന്നെ അതിൻ്റെ വർക്കിങ്ങും പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതിന് ആ ഡോക്ടറുടെ ടീമിൽ, സർജറി ടീമിൽ കൃത്യമായ റോളുള്ള ഒരു ജോലിയാണ് BSc പെർഫ്യൂഷൻ ടെക്നോളജി പഠിച്ച പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റിൻ്റെത്. 4 വർഷ പ്രോഗ്രാമായിട്ട് കണ്ടക്ട് ചെയ്യുന്ന BSc പെർഫ്യൂഷൻ ടെക്നോളജി പ്രോഗ്രാമിൽ 3 വർഷം തിയറിയും അതുകൂടാതെ 1 ഇയർ കമ്പൽസറി ഇന്റേൺഷിപ്പ് പ്രോഗ്രാമുമാണ് അടങ്ങിയിരിക്കുന്നത്. ഹൈ സ്കിൽ ആവശ്യമുള്ളൊരു ജോലിയാണ് ഒരു പെർഫ്യൂഷൻ ടെക്നോളജിസ്റ്റിൻ്റെതെങ്കിലും ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റഡ് ആണ്. കാരണം ഒരു ഇൻ്റർവെൻഷണൽ കാർഡിയോളജി സുലഭമായിട്ട് ഹോസ്പിറ്റൽസിൽ അവൈലബിൾ ആകുന്നത് പോലെ അല്ല. ഓപ്പൺ ഹാർട്ട് സർജറീസ് ഉള്ള ഒരു ഡോക്ടറിൻ്റെ സ്പെഷ്യലിസ്റ്റിൻ്റെ അവൈലബിലിറ്റി അങ്ങനത്തെ ട്രീറ്റ്മെൻറ്റുകൾ നടത്തുന്ന ഹോസ്പിറ്റൽസും വളരെ ലിമിറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വളരെ ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റിയാണുള്ളത്. പക്ഷേ ഉള്ള സ്ഥലങ്ങളിൽ ഒരു വളരെ മികച്ച സാലറിയോട് കൂടിയ പ്ലേസ്മെൻറ്റുകൾ ഇവർക്ക് ലഭ്യമാണ്. ഈ ഒരു പ്രോഗ്രാം, ഈ ഒരു പെർഫ്യൂഷൻ ടെക്നോളജി പ്രോഗ്രാം കേരളത്തിലെ 5 കോളേജുകളിലാണ് കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. കാലിക്കറ്റ്, ട്രിവാൻഡ്രം, കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ 3 മുതൽ 4 സീറ്റുകളാണ് ഈ ഒരു BSc പെർഫ്യൂഷൻ ടെക്നോളജി കോഴ്സിനായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. അതുകൂടാതെ 2 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ KMCTയിലും മലപ്പുറം MIMS ഇൻസ്റ്റിറ്റ്യൂട്ടിലും 4 സീറ്റുകൾ വീതം ഈ ഒരു BSc പെർഫ്യൂഷൻ ടെക്നോളജി കോഴ്സിനായിട്ട് നീക്കി വെച്ചിട്ടുണ്ട്. അടുത്ത പ്രോഗ്രാം BSc ഡയാലിസിസ് ടെക്നോളജിയാണ്. BSc ഡയാലിസിസ് ടെക്നോളജി വളരെയേറെ ജോലി സാധ്യതയുള്ള ഒരു കോഴ്സാണ്. കാരണം ഇപ്പം ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കിഡ്നി രോഗങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. ഇപ്പോൾ ക്രിയാറ്റിൻ്റെ കൗണ്ട് കൂടിക്കൂടി വരുന്നു. ഇപ്പോൾ ക്രിയാറ്റിൻ്റെ കൗണ്ട് ഒരു ലെവൽ കൂടി കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് ഡയാലിസിസ് ആണ് പേഷ്യൻസിനെ റെഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ റെക്കമെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡയാലിസിസ് രോഗികളുടെ എണ്ണം കേരളത്തിൽ കൂടി വരികയാണ്. ഇപ്പോൾ കേരളത്തിലെ മിക്ക ആശുപത്രികളിലും ഡയാലിസിസ് സെൻറ്റേഴ്സ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഫ്രീ സ്റ്റാൻഡിങ് ഡയാലിസിസ് സെൻറ്റേഴ്സ് ഇപ്പോൾ കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതാണല്ലോ. പക്ഷേ മറ്റ് മെട്രോ സിറ്റീസിലെല്ലാം ഫ്രീ സ്റ്റാൻഡിങ് ഡയാലിസിസ് സെൻറ്റേഴ്സ് ഒരു ട്രെൻഡായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ സെൻറ്റേഴ്സിലെല്ലാം തന്നെ ഡയാലിസിസ് ടെക്നീഷ്യന് വളരെയേറെ ഓപ്പർച്യൂണിറ്റീസ് ആവശ്യമാണ്. ഡയാലിസിസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അതൊരു HDU ആണ്, ഒരു ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റിൽ വളരെ മെയിൻറ്റെയിൻഡ് ആയിട്ടുള്ള ഒരു പേഷ്യൻ്റ് റേഷ്യോ അവർ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡയാലിസിസ് മെഷീൻ ഹാൻഡിൽ ചെയ്യുന്നതിന് അതിൻ്റെ പ്രീ, ഇൻട്ര ആൻഡ് പോസ്റ്റ് മെക്കാനിസംസ് ഹാൻഡിൽ ചെയ്യുന്നതെല്ലാം കൃത്യമായിട്ട് പഠിച്ച ഒരു ഡയാലിസിസ് ടെക്നീഷ്യൻ ആയിരിക്കണമെന്ന് ഈ സെൻറ്റേഴ്സിനൊക്കെ റൂൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മേഖലകളിലെല്ലാം വളരെയേറെ ജോലി സാധ്യതകൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. മുൻപൊക്കെ ഈ ജോലികൾ ചെയ്തുകൊണ്ടിരുന്ന ഭൂരിപക്ഷവും ആ ഹോസ്പിറ്റൽ ബേസ്ഡ് ആയിട്ടുള്ള നേഴ്സസ് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഇങ്ങനെ സെൻറ്റേഴ്സുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടും അതുകൂടാതെ എല്ലാ സെൻറ്റേഴ്സും അക്രഡിറ്റേഷൻസ് പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടും ഡയാലിസിസ് ടെക്നോളജി പഠിച്ച ടെക്നീഷ്യൻ്റെ സേവനം എല്ലാ സെൻറ്റേഴ്സിലും മസ്റ്റായിട്ട് വേണം. BSc ഡയാലിസിസ് ടെക്നോളജി ഒരു 4 വർഷ പ്രോഗ്രാമാണ്. അതിൽ 3 വർഷം തിയറി കമ്പോണൻറ്റും 1 ഇയർ വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഇന്റേൺഷിപ്പുമാണ് ഈ ഒരു കോഴ്സ് ഓഫർ ചെയ്യുന്നത്. ഈ കോഴ്സ് കേരളത്തിൽ 10 കോളേജുകളിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ 10 കോളേജുകളിൽ 5 കോളേജുകൾ ഗവൺമെന്റ് കോളേജുകളാണ്. അതായത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രം, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, എറണാകുളം മെഡിക്കൽ കോളേജുകളിലെല്ലാം BSc ഡയാലിസിസ് ടെക്നോളജി അവൈലബിൾ ആണ്. ഇതുകൂടാതെ 5 സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലും കോഴ്സ് അവൈലബിൾ ആണ്. അടുത്ത പ്രോഗ്രാം ബാച്ചലർ ഓഫ് ഒക്യുപ്പേഷൻ തെറാപ്പി അഥവാ BOT അഥവാ BOT ആണ്. ബാച്ചലർ ഓഫ് ഒക്യുപ്പേഷൻ തെറാപ്പിയിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഇൽനെസ് അല്ലെ ഇഞ്ചുറി മൂലം, അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഇൽനെസ് മൂലം, അല്ലെങ്കിൽ ഒരു ന്യൂറോളജിക്കൽ പ്രോബ്ലം മൂലം, അല്ലെങ്കിൽ ഡെവലപ്മെൻ്റൽ ഡിസോർഡർ മൂലം എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രോബ്ലം അനുഭവിക്കുന്ന വ്യക്തികളെ ഒരു നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള റീഹാബിലിറ്റേറ്റീവ് പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പ്രൊഫഷണൽസിനെ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ബാച്ചലർ ഓഫ് ഒക്യുപ്പേഷൻ തെറാപ്പി. ഫിസിയോതെറാപ്പി അല്ലെ ഫിസിക്കൽ മെഡിസിൻ പോലെ അല്ലെങ്കിൽ അതിനോട് സിമിലറായ രീതിയിൽ മറ്റൊരു വിധത്തിൽ രോഗികളെ റീഹാബിലിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ബാച്ചലർ ഓഫ് ഒക്യുപ്പേഷൻ തെറാപ്പി. ഇപ്പോൾ ഒരു സ്ട്രോക്ക് ബാധിച്ച, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ സെറിബ്രൽ പാൾസി, അല്ലെങ്കിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറീസ്, അല്ലെങ്കിൽ പാർക്കിൻസൺസ്, സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഒക്കെ ഉള്ള വ്യക്തികളിൽ അവർ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, അപ്പം ഭക്ഷണം കഴിക്കാൻ, എഴുതാൻ, വായിക്കാൻ, നടക്കാൻ തുടങ്ങിയ കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യുകയാണ് ബാച്ചലർ ഓഫ് ഒക്യുപ്പേഷൻ തെറാപ്പിയിലൂടെ അവർ ചെയ്യുന്നത്.
ബാച്ചുലർ ഓഫ് ഒക്യുപേഷൻ തെറാപ്പിക്ക് ഒരുപാട് വരുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ജോലി സാധ്യതകളുണ്ട്. പക്ഷേ ഇത്രയും ജോലി സാധ്യതകൾ ഉണ്ടെങ്കിൽ തന്നെ നിലവിൽ 3 കോളേജുകളിൽ മാത്രമാണ് ബാച്ചുലർ ഓഫ് ഒക്യുപേഷൻ തെറാപ്പി കണ്ടക്ട് ചെയ്യുന്നത്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് ട്രിവാൻഡ്രത്തും, അതുകൂടാതെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ തൃശ്ശൂർ, അതുകൂടാതെ KMCT മെഡിക്കൽ കോളേജ്, അങ്ങനെ 3 കോളേജുകളിലാണ് ഈ ബാച്ചുലർ ഓഫ് ഒക്യുപേഷൻ തെറാപ്പി എന്ന് പറയുന്ന പ്രോഗ്രാം LBS മുഖേന കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. അടുത്തതായിട്ട് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ബാച്ചുലർ ഓഫ് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി അഥവാ BSc MIT ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി സെന്റേഴ്സ്, അതായത് എക്സ്റേ, അൾട്രാസൗണ്ട്, CT, MRI, PET സ്കാൻ തുടങ്ങിയവയൊക്കെ ഈ കാലയളവിൽ ഒരുപാട് ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. സ്കാനിങ് സെന്റേഴ്സിന്റെ എണ്ണവും കൂടി വരുന്നുണ്ട്. ഈ സ്കാനിങ് സെന്റേഴ്സിലെ ട്രെയിൻഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആ എക്യുപ്മെന്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നതിനായിട്ട് ആവശ്യമാണ്. മെഡിക്കൽ ഇമേജിംഗ് മേഖലയിൽ ഉപയോഗിക്കുന്ന ഈ മെഷീനറീസിനെല്ലാം കോടികളാണ് വില. ഇപ്പോൾ സ്കാനിങ് മെഷീൻസും അൾട്രാസൗണ്ട് മെഷീൻസ് അല്ലെങ്കിൽ CT, MRI അതെല്ലാം കോടികൾ വില മതിക്കുന്നുണ്ട്. ഇപ്പോൾ PET സ്കാൻ മെഷീൻസിനൊക്കെ ഒരു 20 കോടിക്ക് മേലെയൊക്കെയാണ് അതിന്റെ വില വരുന്നത്. അപ്പോൾ ഇത്രയും ഹൈലി വാല്യൂബിൾ ആയിട്ടുള്ള മെഷീനറീസ് ഹാൻഡിൽ ചെയ്യുന്നതിന് ഹൈലി ട്രെയിൻഡ് ആൻഡ് സോഫിസ്റ്റിക്കേറ്റഡ് പേഴ്സണൽസിനെ ആവശ്യമാണ്. അപ്പം ഈ രീതിയിൽ ട്രെയിൻ ചെയ്ത് നല്ല രീതിയിൽ വർക്കിങ്ങിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിക്കുകയാണ് ഈ ഒരു BSc മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് വിവിധ തരത്തിലുള്ള മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജി എക്യുപ്മെന്റ്സ് ഹാൻഡിൽ ചെയ്യാനായിട്ടും ആ ഒരു മേഖലയിൽ പ്രവൃത്തി പരിചയം നേടുന്നതിനും വേണ്ടി ഒരു 4 വർഷ പ്രോഗ്രാം ആയിട്ടാണ് ഈ ഒരു BSc MIT പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ മറ്റു പ്രോഗ്രാമുകൾ പോലെ തന്നെ 3 വർഷം തിയറിയും 1 ഇയർ ഒരു മാൻഡേറ്ററി അക്കാഡമിക് കമ്പോണന്റും മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് കമ്പോണന്റുമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിലെ 7 കോളേജുകളിലാണ് BSc MIT പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. കാലിക്കറ്റ്, ട്രിവാൻഡ്രം, കോട്ടയം മെഡിക്കൽ കോളേജുകളിൽ 10 സീറ്റുകൾ വീതവും, അതുകൂടാതെ 4 സെൽഫ് ഫിനാൻസിംഗ് കോളേജുകൾ, ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ്, ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, മിംസ് കാലിക്കറ്റ്, KMCT കാലിക്കറ്റ്, ഇത്രയും കോളേജുകളിലാണ് ഈ ഒരു BSc MIT പ്രോഗ്രാം കണ്ടക്ട് ചെയ്യപ്പെടുന്നത്. പാരാമെഡിക്കൽ സ്ട്രീമിന്റെ അണ്ടറിൽ ഇത്രയും പ്രോഗ്രാമുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ പാരാമെഡിക്കൽ പ്രോഗ്രാമിന്റെ അണ്ടറിൽ വരുന്ന ഈ പ്രോഗ്രാമുകൾ അല്ലാതെ തന്നെ അലൈഡ് ഹെൽത്ത് പ്രോഗ്രാമുകൾ എന്ന് പറഞ്ഞ് റേഡിയോ തെറാപ്പി ടെക്നോളജി, ന്യൂറോ ടെക്നോളജി, ന്യൂക്ലിയർ മെഡിസിൻ ടെക്നോളജി, പ്രോസ്തെറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ്, മെഡിക്കൽ ബയോകെമിസ്ട്രി തുടങ്ങിയ പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഈ പ്രോഗ്രാമുകളെ പറ്റി പഠിക്കുന്നതിനായിട്ടും ഈ പ്രോഗ്രാമുകളെ പറ്റി ഡീറ്റെയിൽ ചെയ്യുന്നതിനായിട്ടും നമ്മൾ മറ്റൊരു വീഡിയോ ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇതുകൂടാതെ തന്നെ മറ്റ് പ്രോഗ്രാമുകളായി ഒരുപാട് പേര് എൻക്വയറി നടത്തുന്ന BPharm ഉൾപ്പെടെയുള്ള ഫാർമസി പ്രോഗ്രാമുകളുടെ സാധ്യതകളെ പറ്റി നമ്മൾ ഉടൻ തന്നെ മറ്റൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഡു സബ്സ്ക്രൈബ്, റൈസ് ടു ആർ ആൻഡ് ഡു join us in our journey to excellence.